Hi, good morning. അപ്പോൾ നമുക്കിന്ന് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ എക്സാമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കെമിസ്ട്രിയുടെ പാർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്രിസ്റ്റൽ സിസ്റ്റം വിത്ത് എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി ആൻഡ് ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി. നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ഡയറക്റ്റ് ആൻസർ ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ആ ക്വസ്റ്റിൻ്റെ ആൻസർ ഏതാണ്? ഓർത്തോറോംബിക് ആണ് അല്ലേ. ഓർത്തോറോംബിക്കിൻ്റെ എന്താണ് ആക്സിസിൻ്റെ പാരാമീറ്റേഴ്സ് ആണ് എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി എന്ന് പറയുന്നത്. ആംഗിൾ പാരാമീറ്റേഴ്സ് ആണ് ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പറയുക. ഓർത്തോറോംബിക് ആണ്. ഓക്കെ, നമ്മൾ പഠിച്ചു വെക്കുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. 7 ക്രിസ്റ്റൽ സിസ്റ്റംസും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, യെസ്. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ എ BCC യൂണിറ്റ് സെൽ ഈസ്. BCC എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, ബോഡി സെൻറ്റേഡ് ക്യൂബിക് ആണ്. ഇപ്പോൾ ബോഡി സെൻറ്റേഡ് ക്യൂബിക് ആകുമ്പോൾ അവിടെ എങ്ങനെയാണ് 8 കോർണേഴ്സ്, ഒരു ക്യൂബ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്, അതിൻ്റെ 8 കോർണേഴ്സിലും ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്ററിലും ആൾക്കാരുണ്ട്. ഒരു കോർണറിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 1/8 ആണ് അല്ലേ. അപ്പോൾ ഒരു കോർണറിൻ്റെ BCCയിലാകുമ്പോൾ 8 കോർണറിലും ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ഒരു ബോഡി സെൻറ്ററിലും ആളുണ്ട്. കോർണറിലുള്ള ആളുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 1/8 ആണ്. അപ്പോൾ 1/8 × 8 പ്ലസ് ബോഡി സെൻറ്ററിലുള്ള ഒരാളുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? അത് ഫുള്ളായിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാവും. അപ്പോൾ ഇത് എത്രയാണ് വരിക? 1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിറ്റ് സെൽ ഹാസ് ദ ലീസ്റ്റ് സിമ്മട്രി? സിമ്മട്രി ഒന്നും ഇല്ലാത്തത് ആർക്കാണെന്നാണ് ചോദ്യം. സിമ്മട്രി ഏറ്റവും കുറവുള്ള ആളെന്ന് പറയുമ്പോൾ നമുക്കറിയാം എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി ആയിരിക്കണം. അതുപോലെ തന്നെ ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ ആയിരിക്കുകയും വേണം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയുള്ള ആളാരാന്ന് നമുക്കറിയാം, ട്രൈക്ലിനിക് ആണ് അല്ലേ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ ബി ആണ്, ട്രൈക്ലിനിക്. ഒട്ടും സിമ്മട്രി ഇല്ലാത്ത ആളെന്നാണ് ചോദ്യം, ലീസ്റ്റ് സിമ്മട്രി. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4, ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ഓൾ ഐസോട്രോപ്പിക്, ഐസോമോർഫസ്, ഐസോടോണിക്, അനൈസോട്രോപ്പിക്. ഏതാണ്? ക്രിസ്റ്റലൈൻ സോളിഡ് ആണെങ്കിൽ അനൈസോട്രോപ്പിക് ആണ്, അമോർഫസ് സോളിഡുകളാണ് ഐസോട്രോപ്പിക് വരിക. ഓക്കെ, അതുപോലെ തന്നെ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എല്ലാം ഐസോമോർഫസ് ആകണമെന്നോ ഐസോടോണിക് ആണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, അനൈസോട്രോപ്പിക് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ ഡി. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, in a cubic structure, y atoms are at the coordinates and x atoms are at alternate phases. What is the formula representation of the compound is? Okay, അപ്പോൾ y atoms are at the coordinates. എത്ര കോർണർ ആണുള്ളത്? 8 കോർണർ ആണുള്ളത്. y atoms at the corner ആണ്. അപ്പോൾ നമുക്കറിയാം 8 കോർണർ ആണുള്ളത്. ഒരു കോർണറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1/8 ആണ്. അപ്പോൾ ടോട്ടൽ എത്ര വരും? 1 ആണ്. അപ്പോൾ y ആറ്റംസ് എത്രയുണ്ട്? കോർണറിലാണ് ഉണ്ടായിരുന്നത്, അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ മൊത്തത്തിൽ ഒരു കോർണറിൻ്റെ 1/8 ഉള്ളൂ. അങ്ങനെ 8 കോർണറിൻ്റെ കോൺട്രിബ്യൂഷൻ വരുമ്പോൾ ടോട്ടൽ ഒരു y ആറ്റമാണ് ഉള്ളത്. ഇനി എക്സ് ആറ്റത്തെ പറ്റി പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത്, എക്സ് ആറ്റംസ് ആർ അറ്റ് ഓൾട്ടർനേറ്റ് ഫേസസ് എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഫേസ് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ആ ഫ്രണ്ട് ഫേസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ടോപ്പ് ഫേസ് അഡ്ജസൻറ്റ് ഫേസ് ആണ്, റൈറ്റ് സൈഡിലെ ഫേസും അഡ്ജസൻറ്റ് ഫേസ് ആണ്, ലെഫ്റ്റ് സൈഡിലെ ഫേസും അഡ്ജസൻറ്റ് ഫേസ് ആണ്, താഴെയുള്ള ഫേസും അഡ്ജസൻറ്റ് ഫേസ് ആണ്. പിന്നെ ഓൾട്ടർനേറ്റീവ് ഫേസ് ഏതാ വരിക? അതിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഫേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ക്യൂബിനെ സംബന്ധിച്ച് ഓൾട്ടർനേറ്റീവ് ഫേസ്, ഏതെങ്കിലും ഒരു ഫേസിൻ്റെ ഓൾട്ടർനേറ്റീവ് ഫേസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം മാത്രമേ ഉണ്ടാകുള്ളൂ, ഓപ്പോസിറ്റ് കിടക്കുന്ന ഫേസ് മാത്രമാണ് അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ഫേസ് ആകുക. അപ്പോൾ നമുക്കറിയാം എക്സ് ആറ്റംസ് എവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന ഓൾട്ടർനേറ്റീവ് ഫേസ് ആണ്. ഒരു ഫേസിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 1/2 ആണ്. ഓൾട്ടർനേറ്റീവ് ഫേസുകൾ 2 ആണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും 1/2 × 2 ആണ് വരിക. 1/2 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 തന്നെ വരും. അപ്പോൾ എക്സ് ആറ്റവും ഒരെണ്ണമാണ്, വൈ ആറ്റവും ഒരെണ്ണമാണ്. സോ ദ ഫോർമുല ബിക്കം XY എന്ന് വരും, XY. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6, സോളിഡ് കാർബൺ ഡയോക്സൈഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അയോണിക് ക്രിസ്റ്റൽ അല്ല, കോവലന്റ് ക്രിസ്റ്റൽ അല്ല, മെറ്റാലിക് ക്രിസ്റ്റൽ അല്ല, മോളിക്കുലാർ ക്രിസ്റ്റൽ ആണ്. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7, വിച്ച് വൺ ഹാസ് ദ ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് എന്നാണ് ചോദ്യം. അയോണിക് ക്രിസ്റ്റൽ ഉണ്ട്, മോളിക്കുലർ ക്രിസ്റ്റൽ ഉണ്ട്, കോവലന്റ് ക്രിസ്റ്റൽ ഉണ്ട്, മെറ്റാലിക് ക്രിസ്റ്റൽ ഉണ്ട്. കോവലന്റ് ക്രിസ്റ്റൽ ആണ്, കാരണം നമുക്കറിയാം ഇപ്പോൾ ഡയമണ്ട് ഒക്കെ ഏറ്റവും ഹാർഡ്നെസ് ഉള്ള ഒരു വസ്തുവാണ്, അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്, അതൊരു കോവലന്റ് നേച്ചർ ഉള്ള ആളാണ്. സോ ദ കോവലന്റ് ക്രിസ്റ്റൽ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8, ബ്രേവിയസ് ലാറ്റിസസ് ആർ ഓഫ്. എത്ര ടൈപ്പ് ബ്രേവിയസ് ലാറ്റിസസ് ആണുള്ളത്? 14 ടൈപ്പ്. ഓക്കെ, ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. 14 ടൈപ്പ് ബ്രേവിയസ് ലാറ്റിസസ് ഉണ്ട്. ഓക്കെ, ദ പൊസിഷൻ ഓഫ് Cl- അയോൺ ഇൻ NaCl സ്ട്രക്ചർ ആർ. NaCl സ്ട്രക്ചറിൻ്റെ അകത്ത് Cl- അയോൺ ആണ് ലാറ്റിസ് ഫോം ചെയ്യുന്നത്. കാരണം NaCl എന്ന് പറയുമ്പോൾ നമുക്കറിയാം NaClൻ്റെ അകത്ത് അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ Na+ ഉണ്ട്, അതുപോലെ തന്നെ
Cl മൈനസ് ഉണ്ട്. ആനയോൺ ആണ് ലാറ്റിസ് ഫോം ചെയ്യുന്നത്. NaClന്റെ ലാറ്റിസ് എന്ന് പറയുന്നത് FCC ലാറ്റിസ് ആണ്. FCC ലാറ്റിസ് ആണെങ്കിൽ പാർട്ടിക്കിൾസ് എവിടെയൊക്കെ ഉണ്ടാകണം? എല്ലാ കോർണറിലും ഉണ്ടാകണം. അതുപോലെ തന്നെ ഫേസിന്റെ സെന്ററിലും കാണപ്പെടും. അപ്പോൾ എല്ലാ കോർണറിലും ഉണ്ട്, അതുപോലെ തന്നെ ഫേസ് സെന്ററിലും ഉണ്ട്. So the correct answer coordinates as well as the centers of the faces of the cube. So the correct answer is option C. കാരണം ഇത് FCC ആണ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, ഇൻ എ ഫേസ് സെന്റേഡ് ക്യൂബിക് യൂണിറ്റ് സെൽ എഡ്ജ് ലെങ്ത് ഈസ് ഈക്വൽ ടു എന്നാണ് ചോദ്യം. എഡ്ജ് ലെങ്ത് ഈസ് ഈക്വൽ ടു. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു കേസ് ഉണ്ട്. 4r ഈസ് ഈക്വൽ ടു √2a എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ? 4r ഈസ് ഈക്വൽ ടു √2a. അങ്ങനെയാണെങ്കിൽ a ഈസ് ഈക്വൽ എത്രയായിരിക്കും? a ഈസ് ഈക്വൽ ടു 4r ഡിവൈഡഡ് ബൈ √2 ആണ്. 4r ഡിവൈഡഡ് ബൈ √2. അപ്പോൾ ഏതാണ് ആൻസർ വരിക? 4/√2r. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ ബി. ക്ലിയർ ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ 11. ദ അമോർഫസ് സോളിഡ് എമംഗ് ദ ഫോളോയിങ് ആർ. ഗ്ലാസ്, തീർച്ചയായും ഗ്ലാസ് ഒരു അമോർഫസ് സോളിഡ് ആണ്. ഡയമണ്ട് അല്ല, ഡയമണ്ട് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. സ്റ്റാർച്ച് ഒരു അമോർഫസ് സോളിഡ് ആണ്. നാഫ്തലിൻ അല്ല, പൊട്ടാസ്യം അയഡൈഡും അല്ല. അപ്പോൾ ഇതിൻ്റെ അമോർഫസ് സോളിഡ് ഏതാ വരിക? അമോർഫസ് സോളിഡ് ഗ്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാർച്ച് ഉണ്ട്. 1 and 3 ആണ് അല്ലേ? 1 and 3. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 1 and 3 only. ഓക്കെ, യെസ്. 12th one, the space occupied in FCC unit cell, അതായത് നമ്മുടെ പാക്കിംഗ് എഫിഷ്യൻസി ആണ് ചോദിച്ചിരിക്കുക. സ്പേസ് ഓക്യുപ്പൈഡ് ഇൻ FCC യൂണിറ്റ് സെൽ, ദാറ്റ് മീൻസ് പാക്കിംഗ് എഫിഷ്യൻസി. FCCയുടെ പാക്കിംഗ് എഫിഷ്യൻസി 74% ആണ്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ ബി. യെസ്. 13. A compound has a cubic structure in which X atoms are located at the corner, Y atoms occupy the cube center and Z atoms occupy the edge center. The formula of the compound is. അപ്പോൾ X atoms പറ്റി ആദ്യം നമുക്ക് നോക്കാം. X atoms എവിടെയാണ്? ആർ ലൊക്കേറ്റഡ് അറ്റ് ദ കോർണേഴ്സ്. മൊത്തം എത്ര കോർണറാണ്? 8 കോർണറാണ്. 8 കോർണർ ഉണ്ട്. ഒരു കോർണറിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 1/8 ആണ്. സോ ഇത് എത്രയുണ്ട്? 1. X atoms ഒരെണ്ണം മാത്രമേ ഉള്ളൂ. Y atoms occupy the ക്യൂബ് സെന്റർ. അപ്പോൾ Y ആറ്റം ക്യൂബിന്റെ സെന്ററിലാണ്. സെന്ററിലാണെങ്കിൽ തീർച്ചയായിട്ടും Y ആറ്റത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, ഒരെണ്ണം ഉണ്ടാവും. ഓക്കെ, യെസ്. ഇനി Z ആറ്റംസ് ആർ ഓക്യുപ്പൈ ദ എഡ്ജ് സെന്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഡ്ജ് സെന്റർ എത്ര എണ്ണം ഉണ്ട്? എഡ്ജ് എത്ര എണ്ണം ഉണ്ട്? 12 എഡ്ജ് ഉണ്ട്. ഒരു എഡ്ജ് സെന്ററിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1/4 ആണ്. അപ്പോൾ 12 എഡ്ജുകളാണുള്ളത്. ഒരു എഡ്ജ് സെന്ററിൽ ഇരിക്കുന്ന ആളുടെ കോൺട്രിബ്യൂഷൻ 1/4 ആണ്. ഓക്കെ, അപ്പോൾ ഇത് എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് വരും. 3. ഓക്കെ, അപ്പോൾ X ഒരെണ്ണേ ഉള്ളൂ, Y ഒരെണ്ണേ ഉള്ളൂ, Z എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. സോ ദ കറക്റ്റ് ഫോർമുല XYZ3 ആണ്. XYZ3. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ സി, XYZ3. ഓക്കെ. നെക്സ്റ്റ് 14. Which among the following is ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് എന്നാണ് ചോദ്യം. നമുക്കറിയാം വോളിയവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാം ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. വോളിയത്തിന്റെ ടേം വരാത്ത ആൾക്കാരൊക്കെ ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. മൊളാരിറ്റി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് പ്രസന്റ് പെർ ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ ആണ്. വോളിയമായിട്ട് കണക്റ്റഡ് ആണ്. തീർച്ചയായിട്ടും അത് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. രണ്ടാമത്തേത് മൊളാലിറ്റി എന്ന് പറയുമ്പോൾ മൊളാലിറ്റി ദാറ്റ് മീൻസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് പ്രസന്റ് പെർ കിലോഗ്രാം ഓഫ് ദ സോൾവെന്റ് ആണ്. അവിടെ വോളിയത്തിന്റെ ടൈമുകളൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. മോൾ ഫ്രാക്ഷൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പർട്ടിക്കുലർ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണന്റ് ആണ്. അവിടെയും വോളിയമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അതും ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. അപ്പം മൊളാലിറ്റിയും മോൾ ഫ്രാക്ഷനും ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ബോത്ത് ബി ആൻഡ് സി. ഓക്കെ, യെസ്. 15. നോർമാലിറ്റി ഓഫ് 0.1 മോളാർ H3PO3 സൊല്യൂഷൻ ഈസ്. എന്ത് കണ്ടുപിടിക്കണം? നോർമാലിറ്റി കണ്ടുപിടിക്കണം. മൊളാരിറ്റി തന്നിട്ട് നോർമാലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നോർമാലിറ്റി ഇസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു n ഫാക്ടർ ചെയ്താൽ മതി. n ഫാക്ടർ എന്ന് പറയുന്ന ഒരു ആസിഡിനെ സംബന്ധിച്ച് അതിന്റെ ബേസിസിറ്റി ആണ് n ഫാക്ടർ എന്ന് പറയുക. H3PO3 എന്ന് പറയുന്നത് ഡൈബേസിക് ആസിഡ് ആണ്. ഓക്കെ, അതിന് ഫ്രീ ആയിട്ട് റിലീസ് ചെയ്യാൻ പറ്റുന്ന 2 H+ മാത്രമേ ഉള്ളൂ. H3PO3ക്ക് ഡൈബേസിക് ആസിഡ് ആണ്. ഡൈബേസിക് ആസിഡ് ആണെങ്കിൽ n ഫാക്ടർ എന്ന് പറയുന്നത് 2 വരും. സോ ദ നോർമാലിറ്റി ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 0.1 × 2 വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2 നോർമൽ എന്ന് കിട്ടും. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, H3PO3 ഡൈബേസിക് ആസിഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16. ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ. ഓക്കെ, അതിന് പറഞ്ഞ പേരാണിത് മൊളാരിറ്റി. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. മൊളാരിറ്റി ഡെഫിനിഷൻ ആണ് തന്നിരിക്കുന്നത്. ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ, ദാറ്റ് ഈസ് എ മൊളാരിറ്റി. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി.
Okay, question number 17. The label on a bottle of concentrated H2SO4 reads 98 mass percentage, density 1.8 gram per ml. The molarity of this H2SO4 is, എന്ത് കണ്ടുപിടിക്കണം? molarity. Molarityയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം, നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ് അല്ലേ. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 98 മാസ് പെർസെൻറ്റേജ് H2SO4. 98 മാസ് പെർസെൻറ്റേജ് H2SO4 മീൻസ് എന്താണ്? മീൻസ് 98 gram of H2SO4. 98 gram of H2SO4 present in 100 gram solution. 100 gram solution. ഓക്കെ, അപ്പൊ നമുക്ക് ഗിവൺ മാസ് കിട്ടി. ഗിവൺ മാസ് ദാറ്റ് ഈസ് 98 ആണ്. H2SO4ന്റെ ഗിവൺ മാസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 98 ആണ്. മോളിക്കുലർ മാസ് ഓഫ് H2SO4 എത്ര തന്നെയാണ്? 98 ആണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത് രണ്ട് H2SO4ന്റെ കേസ് കിട്ടിക്കഴിഞ്ഞാൽ, ഗിവൺ മാസും മോളാർ മാസും കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ദെയർഫോർ H2SO4 ആണ് കേട്ടോ, H2 അല്ല, H2SO4. H2SO4ന്റെ കേസിൽ. ഓക്കെ, സോ therefore the number of moles of H2SO4 is equal to given mass divided by molar mass, അഥവാ 98 divided by 98 ചെയ്താൽ that's equal to 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? വോളിയം കിട്ടണം. അതിനുവേണ്ടി ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? therefore വോളിയം ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നമ്മൾ മാസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ സൊല്യൂഷന്റെ മാസ് എന്ന് പറയുന്നത് 100 gram ആണ്. ഓക്കെ, അപ്പൊ 100 ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി തന്നിരിക്കുന്ന 1.8 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 55.55 എന്ന് കിട്ടും. 55 ml എന്ന് കിട്ടും. അതിനെ നമുക്ക് ലിറ്ററിലേക്ക് മാറ്റാം. ലിറ്ററിലേക്ക് മാറ്റിയാൽ 0.0555 എന്ന് കിട്ടും. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് വോളിയവും കിട്ടി, നമ്പർ ഓഫ് മോളും കിട്ടി. അങ്ങനെയാണെങ്കിൽ നേരെ മൊളാരിറ്റിയുടെ ഇക്വേഷനകത്ത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore the molarity is equal to നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് നമുക്കറിയാം എത്രയാണ്? 1 ആണ്. 1 ഡിവൈഡഡ് ബൈ 0.055 ചെയ്താൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. നമുക്ക് കിട്ടുന്ന ആൻസർ 18 എന്ന് കിട്ടും. 18. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 18. ക്ലിയർ ആണല്ലോ? ഓക്കെ, യെസ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ്. If 100 centimeter cube of 0.3 molar NaCl and 150 centimeter cube of 0.1 molar CaCl2 solutions are mixed, the molarity of Cl minus ion in the mixer is. നമുക്ക് നോക്കാം. NaClന്റെ കേസ് നോക്കിക്കോണം. NaCl അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? NaCl അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ Na+ കിട്ടും, Cl- കിട്ടും. NaClന്റെ അകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന അനുസരിച്ച് 0.3 മോളാർ NaCl ആണ് ഉള്ളത്. 0.3 മോളാർ NaCl അയണൈസ് ചെയ്താൽ 0.3 മോളാർ Na+, 0.3 മോളാർ Cl- ഫോം ചെയ്യും. ഓക്കെ, യെസ്. അപ്പൊ NaCl അയണൈസ് ചെയ്താൽ കിട്ടുന്ന Cl- മൊളാരിറ്റി എന്ന് പറയുന്നത് 0.3 മോളാർ ആണ്. എത്ര വോളിയം ഉണ്ടാകും? 100 സെന്റിമീറ്റർ ക്യൂബ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ NaClന്റെ കേസിൽ Cl- മൊളാരിറ്റി ഓഫ് Cl- ദാറ്റ് ഈസ് ഈക്വൽ ടു 0.3 ആണ്. അതേപോലെ തന്നെ വോളിയം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ ക്യൂബ് ആണ്. 100 സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് CaCl2 ആണ്. നമുക്ക് അതിന്റെ കേസ് എടുക്കാം. CaCl2 അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ Ca2+ കിട്ടും, അതുപോലെ തന്നെ 2 Cl- ഫോം ചെയ്യും. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 0.1 മോളാർ CaCl2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് അയണൈസ് ചെയ്താൽ 0.1 മോളാർ Ca2+ കിട്ടും. 2 into 0.1 that means 0.2 മോളാർ Cl- കിട്ടും. ഓക്കെ, കാരണം ഒരു CaCl2 അയണൈസ് ചെയ്തപ്പോൾ ഒരു Cl- അല്ല ഉണ്ടായത്, 2 Cl- ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഒരു 0.1 അയണൈസ് ചെയ്താൽ 0.1 into 2 that means 0.2 മോളാർ Cl- അവിടെ ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ CaCl2ന്റെ അകത്ത് നിന്ന് കിട്ടുന്ന Clന്റെ മൊളാരിറ്റി എന്ന് പറയുന്നത് Cl- that is equal to 0.2 മോളാർ ആണ്. അതിന്റെ വോളിയം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 150. ഓക്കെ, വോളിയം ഓഫ് Cl- that is equal to 150. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഇതിന്റെ റിസൾട്ടന്റ് മൊളാരിറ്റി ഇവരെ തമ്മിൽ മിക്സ് ചെയ്താൽ കിട്ടുന്ന Cl- റിസൾട്ടന്റ് മൊളാരിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് M1V1 പ്ലസ് M2V2 ഡിവൈഡഡ് ബൈ V1 പ്ലസ് V2 ചെയ്താൽ ദ റിസൾട്ടന്റ് മൊളാരിറ്റി കിട്ടും.
ഓക്കെ യെസ്, നമുക്ക് ഇതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. M1 എത്രയാണ്? M1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കേസിലുള്ളതാണ് 0.3. ആ സമയത്തുള്ള വോളിയം 100 പ്ലസ് ഇവിടെ എത്രയാണ് കിട്ടുക? CL മൈനസ് M2 0.2 ഇൻറ്റു 150 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 150. ഇത് ചെയ്താൽ മതി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക് നോക്കാം. ഇത് ചെയ്താൽ എത്ര കിട്ടും നമുക്ക് നോക്കാം. ഇതെത്രയാണ്? 30 പ്ലസ് ഇത് എത്രയാണ്? 0.2 ഇൻറ്റു 150, അതും 30 ഡിവൈഡഡ് ബൈ 250. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ 250. അപ്പോൾ 0.24 സംതിങ് വാല്യൂ വരും. ഉണ്ടോ നോക്കാം. ഓപ്ഷൻ്റെ അകത്തുണ്ട് 0.24. യെസ്, 0.24. യെസ്. So the correct answer is option number A. Option A is a correct answer. Clear ആയോ ചെയ്ത റൂട്ട്? യെസ്, ഇവിടെ കിടപ്പുണ്ട്, എല്ലാം ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 19. All the following are different ways of expressing the concentration of solution. The one which is temperature dependent എന്നാണ് ചോദ്യം. അപ്പോൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളെന്ന് പറയുമ്പോൾ വോളിയമായിട്ട് കണക്ഷൻ ഉള്ള ആളാണ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുക. മോൾ ഫ്രാക്ഷൻ്റെ അത് വോളിയത്തിൻ്റെ ടൈം ഇല്ല, അപ്പോൾ അത് ആൻസർ വരില്ല. മൊളാലിറ്റിയിലും വോളിയത്തിൻ്റെ ടൈം ഇല്ല, അപ്പോൾ അത് ആൻസർ വരില്ല. മൊളാരിറ്റിയിൽ വോളിയം ഉണ്ട്, കാരണം നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് പ്രസന്റ് പെർ ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ എന്നാണല്ലോ മൊളാരിറ്റി. സോ അതിൻ്റെ അത് വോളിയം ഉണ്ട്. വോളിയം ഉള്ളത് കൊണ്ട് തന്നെ സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. ppm പാർട്സ് പെർ മില്ലിൻ്റെ അത് വോളിയത്തിൻ്റെ ടൈം ഒന്നുമില്ല. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ സി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 20. ദ കോമ്പൗണ്ട് വിച്ച് എക്സിബിറ്റ് ഷോട്ട്കി ആൻഡ് ഫ്രാങ്കൽ ഡിഫക്റ്റ് AGBR ആണ് അല്ലേ. AGBR ഒരു സ്പെഷ്യൽ കേസാണ്, നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. AGBR മാത്രമാണ് ഷോട്ട്കി ഡിഫക്റ്റും ഫ്രാങ്കൽ ഡിഫക്റ്റും ഒരേ സമയം കാണിക്കാൻ കഴിവുള്ള ആളെന്ന് പറയാം, AGBR. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കറക്റ്റ് ഫോർ ദ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ? അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ ഉണ്ട്. നോൺ ഐഡിയൽ സൊല്യൂഷൻ രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു. ഏതായിരുന്നു? പോസിറ്റീവ് ഡീവിയേഷൻ തരുന്ന ടൈപ്പ്, നെഗറ്റീവ് ഡീവിയേഷൻ തരുന്ന ടൈപ്പും. പോസിറ്റീവ് ഡീവിയേഷൻ ആണ് തരുന്നതെങ്കിൽ ഡെൽറ്റ വി മിക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഡെൽറ്റ എച്ച് മിക്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതിന് റീസൺ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? യെസ്, നമ്മളത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ് കേട്ട് നോക്കിയാൽ അറിയാം. കാരണം AB ടൈപ്പ് ബോണ്ടിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ചാണ് അവിടുത്തെ ഡെൽറ്റ എച്ച് മിക്സും ഡെൽറ്റ വി മിക്സും പോസിറ്റീവായിട്ട് മാറുക. ഓക്കെ, പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. So the correct answer is option A ആണ്. Delta V mix not equal to 0 ആണ്. That they are positive ആണ്. Okay, yes. 22. Which of the following is not correct for ideal solution? Not correct എന്നാണ് ചോദ്യം. അപ്പോൾ ഡെൽറ്റ എസ് മിക്സ് ഈക്വൽ ടു 0 എന്നാണ് തന്നിരിക്കുന്നത്. ഡെൽറ്റ എസ് മിക്സ് ഈക്വൽ ടു 0 അല്ലല്ലോ ഐഡിയൽ സൊല്യൂഷൻ്റെ കേസിൽ. ഡെൽറ്റ എസ് പറയുമ്പോൾ എൻട്രോപ്പിയാണ്. മിക്സ് ചെയ്യുമ്പോൾ ഐഡിയൽ സൊല്യൂഷൻ്റെ കേസിൽ എൻട്രോപ്പി ഡെൽറ്റ എസ് മിക്സ് 0 എന്ന് നമ്മൾ പഠിക്കുന്നില്ല. ഡെൽറ്റ എച്ച് മിക്സ് 0 ആണ്. അതുപോലെ തന്നെ ഡെൽറ്റ വി മിക്സ് 0 ആണ്. ഇത് ഡെൽറ്റ വി മിക്സ് ആണ് കേട്ടോ, ഡെൽറ്റ വി ആണ്. ഇത് ഡെൽറ്റ വി ആട്ടോ. ഡെൽറ്റ വി മിക്സിങ് 0. ഇറ്റ്സ് ഒബേ ദ റൗൾസ് ലോ. അതും കറക്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ A ആണ്. ഡെൽറ്റ എസ് മിക്സ് 0 നമ്മൾ പഠിക്കുന്നില്ല. ഓക്കെ, യെസ്. അവിടെ ബി ഓപ്ഷൻ ഡെൽറ്റ ആർ എന്നാണ് തന്നിരിക്കുന്നത്, പക്ഷേ ആർ അല്ല, ഡെൽറ്റ വി ആണ് കേട്ടോ. ഓക്കെ, യെസ്. 23. The solubility of a gas in a water at 300 Kelvin under a pressure of 100 atmosphere is 4 into 10 raised to minus 3 kilogram per liter. The mass of the gas in kilogram dissolved in 250 ml of water under a pressure of 250 atmosphere at 300 Kelvin is. Okay, നമുക്ക് ചെയ്ത് നോക്കാവേ. ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സോലിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഹെൻറീസ് ലോ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഹെൻറീസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ കൈ ഈസ് ഈക്വൽ ടു KH ഇൻറ്റു പി എന്ന് പറയുന്ന ഫോർമാറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. കൈ ഈസ് ഈക്വൽ ടു KH ഇൻറ്റു പി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് സോലിബിലിറ്റി ഓഫ് എ ഗ്യാസിൻ്റെ വാട്ടർ അറ്റ് 300 Kelvin അണ്ടർ പ്രഷർ ഓഫ് 100 atmosphere ഈസ് 4 into 10 raised to minus 3. മോൾ ഫ്രാക്ഷൻ അഥവാ അവിടുത്തെ എമൗണ്ട്, മോൾ ഫ്രാക്ഷൻ വരെ നമുക്ക് എമൗണ്ട് കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും മോൾ ഫ്രാക്ഷൻ സ്ഥാനത്ത് എമൗണ്ട് സപ്ലൈ ചെയ്യുക, കാരണം എമൗണ്ടിൻ്റെ സിമ്പിൾ ആണല്ലോ മോൾ ഫ്രാക്ഷൻ. ഇപ്പോൾ 4 into 10 raised to minus 3 ദാറ്റ് ഈസ് ഈക്വൽ ടു KH ഇൻറ്റു പി. പ്രഷർ ആ സമയത്ത് എത്രയാണ്? 100 ആണ് അല്ലേ, 100. അപ്പോൾ KHൻ്റെ വാല്യൂ നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടും. 4 into 10 raised to minus 3 ഡിവൈഡഡ് ബൈ 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 into 10 raised to minus 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ KHൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ദ മാസ് ഓഫ് ദ ഗ്യാസ് ഡിസോൾവ് ഇൻ 250 ml ഓഫ് വാട്ടർ അണ്ടർ എ പ്രഷർ ഓഫ് 250 atmosphere എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം,
പ്രഷർ 250 അറ്റ്മോസ്ഫിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ഡിസോൾവ് ആകുന്ന എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതേ സെയിം ഇക്വേഷൻ തന്നെ ഉപയോഗിച്ചാൽ മതി. ഇത് എമൗണ്ട് കൈ അല്ലെങ്കിൽ എം എന്നൊക്കെ വിളിക്കാം കേട്ടോ, കൈ എന്ന് ഞാൻ എഴുതുന്നുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു പി ചെയ്താൽ മതി. കെ എച്ച് എത്രയാണ് നമുക്ക് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു, 4 × 10⁻⁵ ഇൻറ്റു പ്രഷർ എത്രയായിട്ട് മാറാണ്, 250 ആയിട്ട് മാറാണ്, 250. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 10 × 10⁻³ കിലോഗ്രാം പെർ ലിറ്റർ എന്ന് എഴുതാം അല്ലേ, കിലോഗ്രാം പെർ ലിറ്റർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ പക്ഷേ ഇവിടെ 250 ml മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അറ്റ് 250 ml ആണെങ്കിലോ, 250 ml ആണെങ്കിലോ, 250 ml ആണെങ്കിൽ ദാറ്റ് ബിക്കം 10/4 വരും അല്ലേ, അല്ല 4 × 10⁻³ വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5 × 10⁻³ എന്ന് വരും. യെസ്, 2.5 × 10⁻³. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി വരും. ക്ലിയർ ആണല്ലോ? യെസ്. കിലോഗ്രാമിൽ വേണമെന്ന ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ കിലോഗ്രാമിൽ തന്നെ ചെയ്തത്. ഓക്കെ, യെസ്. കാരണം നമുക്കറിയാം 250 ml ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. കാരണം 1 ലിറ്റർ എന്ന് പറയുമ്പോൾ 4 250 അല്ലേ, 250 × 4 ചെയ്യുമ്പോഴാണ് 1 ലിറ്റർ വരുന്നത്. അപ്പോൾ 1 ലിറ്ററിലുള്ള ആളെ 250 മാറ്റാൻ വേണ്ടി 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. യെസ്, സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത 24 ആണ്. അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഡിക്രീസസ് ബിക്കോസ് ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് അവിടുത്തെ പ്രഷർ കുറയും, അറ്റ്മോസ്ഫിയറിൻ്റെ പ്രഷർ കുറയും. ഓക്കെ, അപ്പോൾ എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ലോ? ഏതാണ്? ഓപ്ഷൻ നമ്പർ സി, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ലോ. ഓക്കെ, സീ ലെവലിൽ നിന്ന് മേളിലേക്ക് പോകുന്നതോറും പ്രഷർ കുറഞ്ഞു വരികയാണ്. പ്രഷർ കുറയും, അറ്റ്മോസ്ഫിയറിൻ്റെ പ്രഷർ കുറയുന്നതിനനുസരിച്ച് അത് വളരെ ഫാസ്റ്റായിട്ട് ആ പ്രഷർ ഇവർക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇപ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയും. 25. The molecular weight of benzoic acid in benzene as determined by depression in freezing point method corresponds to. അപ്പോൾ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് അത് ബെൻസോയിക് ആസിഡിന്റെ പ്രശ്നം എന്താണ്, നമുക്ക് കൃത്യമായിട്ടുള്ള മോളിക്കുലർ മാസ് കിട്ടില്ല. അതിന് കാരണം എന്ന് പറയുന്നത് അവിടെ ഡൈമറൈസേഷൻ സംഭവിക്കും എന്നതാണ്, ഡൈമറൈസേഷൻ ഓഫ് ബെൻസോയിക് ആസിഡ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 26 ആണ്. For the reaction A moles of A plus B moles of B giving product dx by dt equal to K into concentration of A raised to A to B raised to B. If the concentration of A is doubled, the rate become 4 times. If the concentration of B is made 4 times, the rate become doubled. Hence, okay. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് റിയാക്ഷൻ എന്ന് പറയുന്നത് A moles of A plus B moles of B giving product എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ റേറ്റ് എക്സ്പ്രഷൻ തന്നിരിക്കുന്നു dx divided by dt. That is equal to K into concentration of A raised to A into concentration of B raised to B എന്ന് തന്നിരിക്കുന്നു. ഓക്കെ, ഇനി തന്നിരിക്കുന്നു if the concentration of A is doubled, concentration of A ഡബിൾ ചെയ്യുമ്പോൾ റേറ്റ് 4 times ആകണമെങ്കിൽ the small letter A അഥവാ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ആകണം അല്ലേ. എയുടെ കോൺസെൻട്രേഷൻ മാത്രം നിങ്ങൾ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് 4 times ആണെങ്കിൽ, അതായത് ഇവിടെ നിങ്ങൾ ഡബിൾ ചെയ്യുമ്പോൾ 2 times ആയി. അപ്പോൾ 2 raised to 2 ഉണ്ടെങ്കിൽ മാത്രമേ അത് 4 ആയിട്ട് മാറുകയുള്ളൂ. ഓക്കെ, യെസ്. അടുത്തത് ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ബി ഈസ് മെയ്ഡ് 4 times, ഇവിടെ നമ്മൾ 4B ആക്കുന്നു. 4B ആക്കുമ്പോൾ റേറ്റ് എത്രയാകാൻ പാടുള്ളൂ, ഡബിൾ ചെയ്യണം. അപ്പം 4ന്റെ പകുതി ആകണമെങ്കിൽ ബി എന്ന് പറയുന്നത് എത്രയാകണം, ബി ഈസ് ഈക്വൽ ടു 1/2 ആകുകയും വേണം. എ എന്ന് പറയുന്നത് 2 ആകുകയും ബി എന്ന് പറയുന്നത് 1/2 ആകുകയും ചെയ്യണം. കാരണം ബിയുടെ വാല്യൂ 1/2 ആണെങ്കിൽ മാത്രമേ ഇത് 4 times ആകുമ്പോൾ റേറ്റ് ഡബിൾ ചെയ്യുകയുള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്മോൾ ലെറ്റർ എയുടെയും ബിയുടെ വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വാല്യൂസ് നമ്മുടെ ഈ ഇക്വേഷനകത്തേക്ക് കൊണ്ടേ കൊടുക്കാം. ഇക്വേഷനകത്തേക്ക് കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ ദിസ് എക്സ്പ്രഷൻ ബിക്കം 2A പ്ലസ് 1/2B ഗീവ്സ് പ്രോഡക്റ്റ് എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എഴുതണം. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എഴുതുകയാണെങ്കിൽ ഇത് റിയാക്റ്റൻ്റ് ആണ്, അപ്പോൾ മൈനസ് വേണം. -1/2 ഇൻറ്റു DA ഡിവൈഡഡ് ബൈ DT. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെയും ബിയും റിയാക്റ്റൻ്റ് ആണ്, നെഗറ്റീവ് സൈൻ വേണം. നെഗറ്റീവ് 1/1/2 1/1/2 എന്ന് പറയുമ്പോൾ ഇവിടെ 2 വരും അല്ലേ, 2 ഇൻറ്റു DB ഡിവൈഡഡ് ബൈ DT. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കണം. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ, -1/2 ഇൻറ്റു DA ബൈ DT അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. ഓക്കെ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഈ 2 ഇവിടുന്ന് നെഗറ്റീവ് 2 സൈഡിലുണ്ട്. ഓക്കെ, എല്ലായിടത്തും നെഗറ്റീവ് ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ 2 നമുക്ക് അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ 2 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 ആവും. അപ്പോൾ ഇത് -DA ഡിവൈഡഡ് ബൈ DT നമുക്ക് ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -2 ഇൻറ്റു 2 എത്ര വരും, 4 വരും. 4 DB ഡിവൈഡഡ് ബൈ DT. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ, DB ഡിവൈഡഡ് ബൈ DT എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. -DA ബൈ DT ഈസ് ഈക്വൽ ടു -4 DB ബൈ DT. ഓപ്ഷൻ സി ഇസ് എ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? യെസ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റ അനുസരിച്ച് ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്യുമ്പോൾ റേറ്റ് 4 times ആകണമെങ്കിൽ സ്മോൾ ലെറ്റർ A 2 ആകണം.
ബിയുടെ കോൺസെൻട്രേഷൻ 4 ടൈംസ് ചെയ്യുമ്പോൾ പോലും റേറ്റ് ട്വൈസേ ആകാവുള്ളൂ എങ്കിൽ സ്മോൾ ലെറ്റർ ബി എന്ന് പറയുന്നത് 1/2 ആകണം. ക്ലിയർ ആണല്ലോ? യെസ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 27 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ ഇതിനകത്ത് ഫ്രാക്ഷണൽ ഓർഡർ അല്ലാത്തയാളെ കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് CH3CHO ഗീവ്സ് CH4 + CO, അത് ഫ്രാക്ഷണൽ ഓർഡർ ആണല്ലോ. അതെ. H2 + Cl2 അത് ഫസ്റ്റ് ഓർഡർ ആണ്. അപ്പോൾ ഇത് ഫ്രാക്ഷണൽ ഓർഡർ അല്ല. പിന്നീടുള്ളത് CO + Cl2 COCl2 ഫ്രാക്ഷണൽ ഓർഡറിന് എക്സാമ്പിൾ ആണ്. CHCl3 Cl അത് ഫ്രാക്ഷണൽ ഓർഡറിന് എക്സാമ്പിൾ ആണ്. H2 + Br2 അതും ഫ്രാക്ഷണൽ ഓർഡർ തന്നെയാണ്. ഇത് 6 OCl- + I- OH- ഫ്രാക്ഷണൽ ഓർഡർ അല്ല. സപ്പോണിഫിക്കേഷൻ ഓഫ് എസ്റ്ററും ഫ്രാക്ഷണൽ ഓർഡർ അല്ല. ഇപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ ആണ്. സെക്കൻഡ് വൺ അല്ല, 6th വൺ അല്ല, 7th വൺ അല്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി വരും. ഓക്കെ ആണല്ലോ? യെസ്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ പഠിച്ചു വെക്കുക എന്നുള്ളതല്ലാതെ വേറെ ഇതിൻ്റെ അകത്തൊന്നും പ്രത്യേകിച്ച് നമുക്ക് കൺസെപ്റ്റ് അനുസരിച്ചോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റൂല. ഇത് നിങ്ങൾ എക്സാമ്പിളുകൾ പഠിച്ചു വെച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ. ഓക്കെ, യെസ്. നെക്സ്റ്റ് 28 ആണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് റോങ് ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഇതിൻ്റെ ആൻസർ എനിക്കറിയാം. ഇതിൻ്റെ ആൻസർ ഡി ആണ്, ഓപ്ഷൻ ഡി ആണ്. കാരണം നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ക്ലാസ്സിൽ സ്ഥിരം ചെയ്യുന്നത് തന്നെയാണ്. ആൻസർ ഡി എങ്ങനെ തെറ്റിപ്പോയി എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക, ശരിയായിക്കോളും. ഒരെണ്ണം നമുക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ വരുന്നത്. കാരണം ബാക്കിയൊക്കെ നമ്മൾ ക്ലാസ്സിൽ സ്ഥിരം ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ ഡി നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓപ്ഷൻ ഡി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ റൂട്ട് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഡിയിൽ തന്നിരിക്കുന്ന T96.875 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 T½ എന്നാണ് തന്നിരിക്കുക. ഓക്കെ, യെസ്. ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ T½ ഇതിനെ താഴെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകണം. അപ്പോൾ T96.875% ഡിവൈഡഡ് ബൈ T½ എന്ന് പറഞ്ഞാൽ T50%. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടണം. ഇത് ചെയ്യുമ്പോൾ 6 കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ പോവാണ്. അത് ചെക്ക് ചെയ്യുമ്പോൾ 6 ആണ് കിട്ടുന്നതെങ്കിൽ ഇത് ശരിയാകും. പക്ഷെ നമുക്ക് 6 കിട്ടില്ല. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് രണ്ടും സെപ്പറേറ്റ് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് T96.875% കണ്ടുപിടിക്കാൻ പോവാണ്. T96.875% ദാറ്റ് ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ K ഇൻറ്റു ലോഗ് പെർസെൻറ്റേജിൽ തരുമ്പോൾ ഇനിഷ്യൽ പെർസെൻറ്റേജ് R0 100 ആയിരിക്കും. ഓൾ ഡിവൈഡഡ് ബൈ 100 മൈനസ് 96.875. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 3.125 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ രണ്ടാമത്തെ ആൾ T50% കണ്ടുപിടിക്കണം. T50% ദാറ്റ് ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ K ഇൻറ്റു ലോഗ് 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് 50 ചെയ്താൽ 50 തന്നെ. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ തമ്മിൽ ഡിവൈഡ് ചെയ്യാം. ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത്രയും ടൈംസ് ഇവിടുന്ന് ക്യാൻസൽ ആയിപ്പോൾ കൂടും അല്ലേ? പിന്നെ നിങ്ങൾ നോക്കിയാൽ 100 പോയി. അങ്ങനെയാണെങ്കിൽ 50 ഡിവൈഡഡ് ബൈ 3.125 സംതിങ് വാല്യൂ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടാൻ പോകുന്നത് ഏകദേശം 16 സംതിങ് വാല്യൂ ആണ് കിട്ടുക. അവിടെ 6 ആണ് തന്നിരിക്കുന്നത്, 16 ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഇൻകറക്റ്റ് ആണ് ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ ആണോ? ഓക്കെ. 29 ദ ത്രഷോൾഡ് എനർജി ഈസ് എന്നാണ് ചോദ്യം. ത്രഷോൾഡ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, റിയാക്റ്റൻറ്റിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യപ്പെട്ട എമൗണ്ട് ഓഫ് എനർജി ഉണ്ട്, അതാണിത്. അതിനോടൊപ്പം തന്നെ ആക്ടിവേഷൻ എനർജി കൂടെ ആഡ് ചെയ്യപ്പെടുമ്പോൾ ഇത് റിയാക്റ്റിനുള്ളിൽ സ്റ്റോർ ചെയ്യപ്പെട്ട എമൗണ്ട് ഓഫ് എനർജി, അതിൻ്റെ കൂടെ ആക്ടിവേഷൻ എനർജി കൂടെ ആഡ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് എവിടെ എത്താൻ പറ്റുക? ത്രഷോൾഡ് എനർജി അറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ആക്ടിവേഷൻ എനർജിയും ആവറേജ് എനർജി ഓഫ് ദ മോളിക്യൂളും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ത്രഷോൾഡ് എനർജി എത്തും. യെസ്, സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്നാണ് ചോദ്യം. റേറ്റ് ഓഫ് എ റിയാക്ഷൻ അഗൈൻസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റന്റ് കോൺസ്റ്റന്റ് അല്ല. റേറ്റ് ഓഫ് റിയാക്ഷനും കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റന്റും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് പോകില്ല. ഓക്കെ, ഇൻഡിപെൻഡന്റ് അല്ല ഫസ്റ്റ് ഓർഡർ. ഇനി ബി ആണ്. ബി എന്ന് പറയുമ്പോൾ A0 ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റന്റും T½ ആണ്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ T½ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ K ആണ്. ഇവിടെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ്റെ ടേമുകൾ ഒന്നും വരുന്നില്ല. അതായത് T½ ഇനിഷ്യൽ കോൺസെൻട്രേഷനും ഇൻഡിപെൻഡന്റ് ആണ്. അത് മേളിലേക്ക് ഇൻക്രീസും ചെയ്യില്ല, താഴേക്ക് ഡിക്രീസും ചെയ്യില്ല. അത് കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, യെസ്. 31 ദ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് 15 minutes. The amount of substance left after 1 hour will be. ഓക്കെ, അപ്പോൾ ഇനിഷ്യലി റിയാക്റ്റന്റ് നമുക്ക് R0 എന്ന് എടുക്കാം. ഇത് 15 മിനിറ്റ് കഴിയുമ്പോൾ 15 മിനിറ്റ് അല്ലേ, 15 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ പകുതിയാവും. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതിയാണല്ലോ. അപ്പോൾ എത്രയായിട്ട് മാറും? R0 ഡിവൈഡഡ് ബൈ 2 ആയിട്ട് മാറും. ഒരു 15 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ അരമണിക്കൂറാകും. ആ സമയത്ത് അത് വീണ്ടും അതിൻ്റെ പകുതിയാകും, R0/4 ആകും.
ഒരു 15 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ അത് 3/4 hour ആവും അല്ലേ? ഓക്കെ, 3/4 മണിക്കൂറാവും. അപ്പോൾ ഇതിൻ്റെ പകുതിയാവും, അത് R0/8 ആകും. ഒരു 15 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ 1 hour ആവും. അപ്പോൾ വീണ്ടും അത് അതിൻ്റെയും പകുതിയാവും, R0/16. R0/16 ആയി മാറും. ദാറ്റ് മീൻസ് 1/16. ഇതിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 1/16 R0 എന്ന് എഴുതാം അല്ലേ? ഇനിഷ്യൽ കോൺസെൻട്രേഷൻ്റെ 1/16 പോർഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 1/16 പോർഷൻ മാത്രം. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ക്ലിയർ ആണല്ലോ? ഓക്കെ, 31 കഴിഞ്ഞ് 32. 3A giving 2B, the rate of reaction dB/dt is equal to എന്നാണ് ചോദ്യം. റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്, നമുക്ക് dB/dt. ഇപ്പം നമുക്ക് ഇതിൻ്റെ കേസ് ആദ്യം എഴുതുകയാണെങ്കിൽ -1/3 ഇൻറ്റു dA/dt, that is equal to 1/2 ഇൻറ്റു dB/dt. ഓക്കെ, യെസ്, ഈ റിയാക്ഷൻ്റെ കേസിലുള്ള ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. നമുക്കിനി 1/2 ഇൻറ്റു dB/dt കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല, dB/dt ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ നമുക്ക് ഈ 2 ഇവിടുന്ന് ഒഴിവാക്കണം. 2 ഒഴിവാക്കാൻ വേണ്ടി എന്താണ്, ഈ ഇക്വേഷൻ ത്രൂ ഔട്ട് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആയിട്ട് വരും -2/3 ഇൻറ്റു dA/dt, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടുന്ന് 2 പോകും, 2 പോയി കഴിഞ്ഞാൽ പിന്നീട് dB/dt മാത്രം, dB/dt. അപ്പോൾ dB/dt ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ട. dB/dt is equal to -2/3 ഇൻറ്റു dA/dt വരും, -2/3 ഇൻറ്റു dA/dt. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 33 ആണ്. ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് SO3 ഇൻ ദ റിയാക്ഷൻ 2SO2 + O2 gives 2SO3 is 100 g/min. Hence the rate of disappearance of O2 ആണ് ചോദിച്ചിരിക്കുക. അപ്പോൾ തന്നിരിക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് 2SO2 + O2 gives 2SO3 ആണ്. ശരിയല്ലേ? ദ റേറ്റ് ഓഫ് ഇത് നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് എഴുതാം. അപ്പോൾ -1/2 ഇൻറ്റു dSO2 /dt, that is equal to -dO2/dt, that is equal to 1/2 ഇൻറ്റു dSO3/dt. ഓക്കെ, യെസ്. ഇനി തന്നിരിക്കുന്നത് ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് SO3 തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് SO3 തന്നിട്ടുണ്ട്. എത്രയാണ്? 100 g/min. ഹെൻസ് ദ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് O2 ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റീജിയൻ അങ്ങ് എടുത്താൽ മതി, ഈ റീജിയൻ എടുത്താൽ മതി. അപ്പം ഇത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത്രയും ഭാഗം നമുക്ക് അങ്ങ് എടുക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ അതിൻ്റെ ആവശ്യമുള്ളൂ അല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒരു റീജിയൻ താഴേക്ക് മാറ്റി എഴുതാണ് dO2/dt, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു dSO3/dt. ഓക്കെ, യെസ്. നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടുന്നത് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് O2 തന്നെയാണ്. അപ്പോൾ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് O2 കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1/2 ഇൻറ്റു dSO3/dt ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ വേറൊരു പ്രശ്നം നിൽക്കുന്നത്, ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് SO3 ഇവിടെ തന്നിരിക്കുന്നത് 100 g/min ആണ്. ഒരിക്കലും ഗ്രാമിലോ കിലോഗ്രാമിലോ ഒന്നും കോൺസെൻട്രേഷൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല, അത് നമുക്ക് മോളിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് ആദ്യം തന്നെ മോളിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യണം. നമ്പർ ഓഫ് മോൾ ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ്. സോ ദ ഗിവൺ മാസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 100 gram. 100 gram ഡിവൈഡഡ് ബൈ മോളാർ മാസ്. മോളാർ മാസ് ഓഫ് SO3യുടെ മോളാർ മാസ് 80 ആണ്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ആ വാല്യൂ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ മൈനസ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് കാണിക്കാൻ വേണ്ടിയാണ് നെഗറ്റീവ് സൈന്. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ഓക്സിജൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എത്ര വരും? 100/80 വരും. ഇത്രയും മോളാണ്. ഓക്കെ, ഇനി വീണ്ടും പ്രശ്നമുണ്ട്, അതിനെ നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമ്പർ ഓഫ് മോൾ ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ്. അപ്പോൾ ഗിവൺ മാസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് മോളെ ഇൻറ്റു മോളാർ മാസ് ചെയ്താൽ മതി. ഇപ്പോൾ ഓക്സിജൻ്റെ മോളിലേക്ക് മാറ്റണമെങ്കിൽ ഓക്സിജൻ്റെ എന്തിലേക്ക് മോളിക്കുലർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 1/2 ഇൻറ്റു 100/80 ഇൻറ്റു 32 gram ചെയ്താൽ അപ്പോൾ ഗ്രാമിലേക്ക് മാറും. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്താൽ എത്ര വരും? 8 × 5 8 4 20. ഓക്കെ, 20 g/min. 20 g/min അല്ലേ? മിനിറ്റ് ആണ്, സെക്കൻഡ് മിനിറ്റ്, g/min. ഓക്കെ, 20 g/min. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 20 g/min. ക്ലിയർ ആണല്ലോ? കോൺസെൻട്രേഷൻ ഒരിക്കലും ഗ്രാമിൽ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ല. അത് തന്നിരിക്കുന്ന ഗ്രാമിനെ നമ്മൾ നമ്പർ ഓഫ് മോളിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ മോളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നീട് നമുക്ക് മോളിൽ നിന്ന് വീണ്ടും ഗ്രാമിലേക്ക് മാറ്റണം, എങ്കിൽ മാത്രമേ ആൻസറിലേക്ക് എത്താൻ പറ്റൂ. അപ്പോൾ അവിടെ നമ്മൾ മോളിക്കുലർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, യെസ്. 34 a certain zero-day reaction has K is equal to 0.025 mole per second. The rate of
disappearance of A, what will be the concentration of A after 15 seconds if the initial concentration is 0.5 molar എന്നാണ് തന്നിരിക്കുക. അപ്പോൾ സീറോയുടെ റിയാക്ഷൻ എന്നുള്ള കാര്യം നമുക്ക് തന്നിട്ടുണ്ട്, കെയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, വാട്ട് വിൽ ബി ദ കോൺസെൻട്രേഷൻ ഓഫ് എ ആഫ്റ്റർ 15 സെക്കൻഡ് ഇഫ് ദി ഇനിഷ്യൽ കോൺസെൻട്രേഷൻ തന്നിരിക്കുന്നു. ഓക്കെ, സീറോയുടെ റിയാക്ഷൻ ആയതുകൊണ്ട് കെ ഈസ് ഈക്വൽ ടു 1/T ഇൻറ്റു A0 മൈനസ് എ ആണ്, A0 മൈനസ് എ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കെയുടെ വാല്യൂ തന്നിട്ടുണ്ട് 0.025, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/T. ടി എത്രയാണ്? 15 സെക്കൻഡ്. ഓക്കെ, ഇനിഷ്യൽ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 0.5. അങ്ങനെയാണെങ്കിൽ ഫൈനൽ കോൺസെൻട്രേഷനെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ജസ്റ്റ് ഇത് സോൾവ് ചെയ്താൽ മതി. ഇത് സോൾവ് ചെയ്യുക, ദാറ്റ് മീൻസ് നമുക്ക് 0.025 ഇൻറ്റു 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 മൈനസ് എ ആണ്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 0.5 മൈനസ് 0.025 ഇൻറ്റു 15 ചെയ്യാം. ഓക്കെ, ഇത് ചെയ്താൽ 0.125 സംതിങ് വാല്യൂ കിട്ടും അല്ലേ, 0.125 സംതിങ് വാല്യൂ കിട്ടും. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? 0.125 ഇല്ല, 0.12 ഉണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. യെസ്, 12 മതി അല്ലേ. ഓക്കെ, യെസ്. 35 NaCl ഈസ് ഡോപ്ഡ് വിത്ത് 0.1 mole percentage of strontium chloride. The number of cation vacancies created will be. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡോപ്പ് ചെയ്യുന്നതിന് സ്ട്രോങ്ഷ്യൻ ക്ലോറൈഡ് വേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് എത്ര സ്ട്രോങ്ഷ്യൻ ക്ലോറൈഡ് ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞാൽ അത് തന്നെയാണ് അതിൻ്റെ നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത്. കാരണം 0.1 മോൾ പെർസെൻറ്റേജിൻ്റെ അകത്ത് എത്ര സ്ട്രോങ്ഷ്യൻ ക്ലോറൈഡിൻ്റെ ആറ്റംസ് ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത്രയും വേക്കൻസികൾ അവിടെ കാണപ്പെടും അല്ലേ. ഓക്കെ, സോ ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് സ്ട്രോങ്ഷ്യൻ ക്ലോറൈഡ്. അപ്പോൾ നമുക്ക് 0.1 മോൾ പെർസെൻറ്റേജ് ആണ്, പെർസെൻറ്റേജ് ഒഴിവാക്കണം. പെർസെൻറ്റേജ് ഒഴിവാക്കാൻ വേണ്ടി മോൾ പെർസെൻറ്റേജ് ഒഴിവാക്കാൻ വേണ്ടി 0.1 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഇത്രയും മോൾ ഉണ്ട്. ഇത്രയും മോളിൻ്റെ അകത്ത് എത്ര ആറ്റം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി 0.1 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത്രയും ആറ്റംസ് ഉണ്ട്. അത്രയും ആറ്റംസ് ഉണ്ടെങ്കിൽ അത്രയും അവിടെ എന്തും ഉണ്ടാവും, വേക്കൻസികൾ കാണപ്പെടും. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്ത് വരിക 6.022 ഇൻറ്റു 10⁻23 20 വരും. യെസ്, 10⁻20. So correct answer is option B, 6.022 into 10⁻20 എന്ന ആൻസർ വരും. ഓക്കെ, 36. The order and molecularity of hydrolysis of esters. ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്ററിൻ്റെ കേസിൽ അതിൻ്റെ ഓർഡർ വരുന്ന ഫസ്റ്റ് ഓർഡർ ആണ്. അതുപോലെ തന്നെ മോളിക്കുലാരിറ്റി വന്നിട്ട് 2 വരും അല്ലെ. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. If the initial concentration is reduced to 1/4 in a zero order reaction, the time taken for half of the reaction to complete. If the initial concentration is reduced to 1/4 in a zero order reaction, the time taken for half the reaction to complete എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം സീറോ ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ ടി ഹാഫ് ഈസ് ഈക്വൽ ടു A0 ആണ് അല്ലേ, ഡയറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും 1/4 ആണ്. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ബിക്കം 1/4 ആയിരിക്കും. യെസ്, become 1/4 കാരണം because the zero order reaction T half is equal to A0. Okay, 38. For a first order reaction A giving B, the reaction rate at reactant concentration 0.01 molar is found to be 2 into 10⁻⁵. The half life of the reaction is. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആകുമ്പോൾ ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ T half is equal to 0.693 ഡിവൈഡഡ് ബൈ K ആണ്. പക്ഷേ K നമുക്കറിയില്ല, K നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയതുകൊണ്ട് റേറ്റ് R ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A ആണ്. അപ്പോൾ റേറ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? 2 into 10⁻⁵ ദാറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ 0.01. ഓക്കെ, അപ്പോൾ K ഈസ് ഈക്വൽ ടു 2 into 10⁻⁵ ഡിവൈഡഡ് ബൈ 0.01 ചെയ്യുക. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 10⁻³ എന്ന് കിട്ടും. ഇനി നമുക്ക് T ഹാഫിൻ്റെ എക്സ്പ്രഷൻ അതിലേക്ക് നേരെ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. T half, therefore T half is equal to 0.693 ഡിവൈഡഡ് ബൈ K വാല്യൂ കൊടുക്കുക. K വാല്യൂ 2 into 10⁻³ ആണ്. 2 into 10⁻³ ഇത് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ഞാൻ പറഞ്ഞുതരാം. 347 സെക്കൻഡ് ആണ്. 347 സെക്കൻഡ് ആണ്. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി വരും. ചെയ്ത് നോക്കാം കേട്ടോ, അപ്പോൾ കൃത്യമായിട്ടുള്ള വാല്യൂ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 39. How long must a current of 5 ampere be maintained to electroplate 60 gram of calcium from molten CaCl2? എത്ര സമയം 5 ആംപിയർ കറണ്ട് വേണ്ടി വരും എന്നാണ് ചോദ്യം അല്ലേ. ഇലക്ട്രോപ്ലേറ്റ് എന്തിനാ 60 gram ഓഫ് കാൽഷ്യം ഫ്രം മോൾട്ടൺ CaCl2. നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന W ഈസ് ഈക്വൽ ടു ZIT എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം.
ഓക്കെ, അപ്പോൾ ഇസഡ് അറിയില്ല. ഇസഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? W is equal to equivalent weight divided by 96,500 coulomb into I into T. Yes. Z number equivalent weight by 96,500 coulomb. ഓക്കെ, അപ്പോൾ ഇവിടെ വെയിറ്റ് എത്രയാണ്? 60 gram. അപ്പോൾ 60 gram ദാറ്റ് ഈസ് ഈക്വൽ ടു equivalent weight of CaCl2. അപ്പോൾ ഇവിടെ ഫോർമുല വെയിറ്റ് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. CaCl2ൻ്റെ ഫോർമുല വെയിറ്റ് കണ്ടുപിടിക്കുക, കാൽഷ്യത്തിൻ്റെ വെയിറ്റ്, അതുപോലെ തന്നെ ക്ലോറിൻ്റെ വെയിറ്റ്. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 20 എന്നാണ് കിട്ടുക. 20 ഡിവൈഡഡ് ബൈ 96,500 ഇൻറ്റു കറണ്ട് എത്രയാണ്? 5 ആംപിയർ. ഓക്കെ, ഇൻറ്റു T. യെസ്, നമുക്ക് T കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് പറഞ്ഞാൽ വെട്ടിക്കളയാം. അപ്പോൾ 60 ഇൻറ്റു 9650 ഡിവൈഡഡ് ബൈ 10 that is equal to T. ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം സെക്കൻഡിൽ കിട്ടും. ആ സെക്കൻഡ് നമുക്കിതിൻ്റെ അവറിലേക്ക് മാറ്റണം, കാരണം ഓപ്ഷനിൽ കിടക്കുന്നതെല്ലാം അവറിലാണ്. അപ്പോൾ എത്ര വരിക? 60 ഇൻറ്റു 965 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 60 ചെയ്യുക അല്ലേ? യെസ്, അപ്പോൾ ഏകദേശം ഒരു 16 അവറോളം വരും. 16 അവർ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി വരും. ക്ലിയർ ആണല്ലോ? ഈക്വലൻ്റ് വെയിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഫോർമുല വെയിറ്റ് കണ്ടുപിടിക്കുക, അതിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കുക. അതിന് 2 ഉണ്ട്, കാരണം അതിൻ്റെ അത് 2 Cl- ആണ് അയണൈസ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ 2 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈക്വലൻ്റ് വെയിറ്റ് കിട്ടും. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 40. ദ റെഫറൻസ് കലോമൽ ഇലക്ട്രോഡ് ഈസ് മെയ്ഡ് ഫ്രം വിച്ച് ഓഫ് ദ ഫോളോവിങ്? Hg2Cl2 അല്ലേ? കലോമൽ ഇലക്ട്രോഡ് Hg2Cl2. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. 41. The quantity of electricity required for oxidation of 1 mole of FeO2 Fe2O3. നമുക്ക് നോക്കാം. FeOയ്ക്കകത്തുള്ള അയണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 2+ ആണ്. Fe2O3ക്കകത്തോ 2x - 6 = 0, x = +3 ആണ്. അതിൻ്റെ അകത്ത് +3 ആണ്. അതായത് Fe2+ൽ നിന്ന് Fe3+ലേക്കാം. Fe2+ Fe3+ ആകുമ്പോൾ 1 ഇലക്ട്രോൺ ആണ് അല്ലേ? 1 ഇലക്ട്രോൺ ആണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ 1 ഫാരഡേ മതി. ഒരു 2+, ഒരു 3+ ആയിട്ട് മാറുന്നു. അപ്പോൾ ജസ്റ്റ് 1 ഫാരഡേ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ വരും. FeOയ്ക്കകത്ത് Fe2+ ആണ്, Fe2O3കകത്ത് Fe3+ ആണ്. 2+, 2, 3+, 1 ഇലക്ട്രോൺ ആണ്. അപ്പോൾ 1 ഇലക്ട്രോൺ റെസ്പോണ്ടിങ് ടു 1 ഫാരഡേ. ഓക്കെ, യെസ്. 42. When an aqueous solution of H2SO4 is electrolyzed, the ion discharged at anode is H2SO4 ആണ്. H2SO4 എന്ന് പറയുമ്പോൾ സൾഫേറ്റ് അയൺ വരില്ല. സൾഫേറ്റ് അയണേക്കാളും സ്ട്രോങ് ആയിട്ടുള്ളത് OH- അയൺ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി എ വരും, OH- അയൺ. അതിൻ്റെ കാരണം അക്വസ് സൊല്യൂഷൻ ആണ്. അപ്പോൾ ഓക്സിഡേഷൻ ടെൻഡൻസി സൾഫേറ്റ് അയോണേക്കാളും കൂടുതലുള്ളത് ഹൈഡ്രോക്സൈഡ് അയൺ ആണ്. OH- അയൺ ആണ് സൾഫേറ്റ് അയോണേക്കാളും കൂടുതൽ ഓക്സിഡേഷൻ ടെൻഡൻസി ഉള്ളത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, OH-. ഓക്കെ. 43. Among the following, which is the strongest oxidizing agent? സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഹാലജൻസിൽ ആരാണ്? ഫ്ലൂറിൻ തന്നെയാണ്. യെസ്, ഫ്ലൂറിൻ. ആൻസർ ഓപ്ഷൻ ഡി വരും. കാരണം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ്, വളരെ ഫാസ്റ്റ് ആയിട്ട് ഇലക്ട്രോണെ മേടിച്ച് ഓക്സിഡൈസ് ചെയ്യും. ഓക്കെ. 44. The relationship between standard reduction potential of a cell and equilibrium constant is shown. E0 cell is equal to 0.0591 divided by n into log Kc വരും അല്ലേ? E0 cell that is equal to 0.059 divided by n into log k അല്ലെങ്കിൽ log Kc. ഇതേതാ? ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ മതി. ഓപ്ഷൻ ബി ഇതാണ്ടേ. E0 cell is equal to 0.059 divided by n into log Kc. ഓക്കെ. സ്പെസിഫിക് കണ്ടക്റ്റൻസ് ഓഫ് എ സൊല്യൂഷൻ എന്ത് സംഭവിക്കുകയായിരിക്കും? ഡിക്രീസസ് ആണോ ഇൻക്രീസസ് ആണോ ഡൈല്യൂഷൻ കൂടുന്നതിനനുസരിച്ച്? സ്പെസിഫിക് കണ്ടക്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് റീജിയനിലുള്ള അയോൺസിൻ്റെ കണ്ടക്ടിവിറ്റി ആണല്ലോ. അപ്പോൾ ഡൈല്യൂഷൻ കൂടുന്നതിനനുസരിച്ച് ആ സ്പെസിഫിക് റീജിയൻ്റെ അകത്തുണ്ടായിരുന്ന അയോൺ കൂടുതൽ അകലങ്ങളിലേക്ക് മാറിപ്പോകും. അപ്പോൾ ആ സ്പെസിഫിക് റീജിയൻ്റെ അകത്തുള്ള അയോണിൻ്റെ നമ്പർ കുറയും. അയോണിൻ്റെ നമ്പർ കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ കണ്ടക്ടിവിറ്റി കുറയുക മാത്രമേ ഉള്ളൂ. സ്പെസിഫിക് കണ്ടക്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഡൈല്യൂഷനാണ്. കാരണം ആ സ്പെസിഫിക് റീജിയനിലുള്ള ആൾക്കാരുടെ അയോണിൻ്റെ നമ്പർ കുറയും, അതിനനുസരിച്ച് അവരുടെ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും, കണ്ടക്റ്റൻസ് ഡിക്രീസ് ചെയ്യും. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി വരും. അടുത്തത്, ദ ഇക്വലന്റ് കണ്ടക്ടിവിറ്റി ഓഫ് 0.1 മോളാർ വീക്ക് ആസിഡ് ഈസ് 100 times ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഈസ് ആൽഫ ഈസ് ഈക്വൽ ടു ലാംഡ CM ഡിവൈഡഡ് ബൈ ലാംഡ 0M അല്ലേ? ഓക്കെ. സ്പെസിഫിക് കോൺസെൻട്രേഷൻ, ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എന്താ പറഞ്ഞിരിക്കുന്നത്? ഇക്വലന്റ് കണ്ടക്റ്റൻസ് ഓഫ് എ 0.1 മോളാർ വീക്ക് ആസിഡ് ഈസ് 100 times ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. അപ്പോൾ ഇനിഷ്യലി എത്ര ഉണ്ടായിരുന്നു നമുക്കറിയില്ല. അപ്പോൾ എക്സ് എന്ന് എടുക്കാം. അപ്പോൾ എക്സ് ഡിവൈഡഡ് ബൈ 100.
ഓൾ ഡിവൈഡഡ് ബൈ എക്സ് തന്നെ വരും. അപ്പോൾ എക്സ് കട്ട് ചെയ്യും. പിന്നീടുള്ളത് 1/100 ആണ്. 1/100 എന്ന് പറയുമ്പോൾ എത്ര വരും? 1/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.01. യെസ്, സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി വരും. ഓക്കെ, യെസ്, ഇതൊക്കെ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? ഓക്കെ. 47. The charge on 1 mole of electron is 1 Faraday. 1 mole of electron charge എന്ന് പറഞ്ഞാൽ 1 Faraday. So correct answer option D. Okay. 48. The correct sequence of ionic conductance of the following hydrated ions എന്നാണ് ചോദ്യം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അപ്പോൾ സൈസ് കുറവാണെങ്കിൽ വളരെ പെട്ടെന്ന് ഹൈഡ്രേറ്റ് ചെയ്യും. അപ്പോൾ ഹൈഡ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രേറ്റഡ് അയോണിൻ്റെ സൈസ് കൂടും. അപ്പോൾ കണ്ടക്ടിവിറ്റി കുറയുകയും ചെയ്യും. അപ്പോൾ സൈസ് കൂടുതലുള്ള ആളാണ് ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റിക്ക് കാരണമായി തീരുക. അപ്പോൾ ആരാണ്? പൊട്ടാസ്യം, ദെൻ സോഡിയം, ദെൻ ലിഥിയം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി വരും. ഓക്കെ, യെസ്. 49. The equivalent conductivity of 0.1 molar weak acid is 100 times less than that of the infinite dilution. The degree of dissociation of weak electrolyte at 0.1 molar is. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന അനുസരിച്ച് ലാംഡ വി ഈസ് ഈക്വൽ ടു ലാംഡ 0 ഡിവൈഡഡ് ബൈ 100 ആണ് അല്ലെ, 100 ടൈംസ്. അങ്ങനെയാണെങ്കിൽ ആൽഫ കണ്ടുപിടിക്കണം. ആൽഫ ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ വി ഡിവൈഡഡ് ബൈ ലാംഡ 0 ആണല്ലോ. ഓക്കെ, അപ്പോൾ ലാംഡ വി എന്ന് പറയുന്ന ഈ വാല്യൂ നമുക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ലാംഡ 0 ഡിവൈഡഡ് ബൈ 100 ഓൾ ഡിവൈഡഡ് ബൈ ലാംഡ 0 വരും അല്ലേ, ഓൾ ഡിവൈഡഡ് ബൈ ലാംഡ 0. ലാംഡ വിക്ക് പകരം ഈ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ലാംഡ 0 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 1/100 വരും. 1/100 എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു 0.01 തന്നെയാണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 50. At what concentration of Cu2 plus in a solution of CuSO4 will the electrode potential be equal to 0? Electrode potential Cu2 plus bar Cu 0.34 വോൾട്ട് തന്നിട്ടുണ്ട്. ബട്ട് വാട്ട് കോൺസെൻട്രേഷൻ ഓഫ് കോപ്പർ 2 പ്ലസ് ആണ് ചോദിച്ചിരിക്കുക. കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. Cu2 plus 2 electron gives Cu. ഓക്കെ, ഈ സെല്ല് 0.34. ഈ സെല്ല് ഈസ് ഈക്വൽ ടു E0 സെല്ല് minus 0.0591 divided by Na into log 1 by Cu2 plus. Okay. E cell that's equal to 0. That's equal to 0.34 minus 0.0591 divided by N എന്ന് പറയുമ്പോൾ 2 electron. 2 into log 1 by concentration of Cu2 plus. ഇത് സോൾവ് ചെയ്തിട്ട് കോൺസെൻട്രേഷൻ ഓഫ് Cu2 plus നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ടേം മൊത്തത്തിൽ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ 0.0591 divided by 2 into log 1 by Cu2 plus that is equal to 0.34 വരും. ഇനി നമുക്കിത് ചെയ്താൽ log 1 by Cu2 plus that is equal to 0.34 into 2 divided by 0.0591 വരും. ഇത് ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 11.52 എന്ന് കിട്ടും. 11.52. അതായത് നമുക്കിപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്നത് log 1 by concentration of copper 2 plus that is equal to 11.52 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 1 by the concentration of Cu2 plus that is equal to 10 raised to 11.52 എന്ന് കിട്ടും. ഇനി നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് Cu2 plus ആണ് വേണ്ടത് അല്ലേ. അതിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കോൺസെൻട്രേഷൻ, വാട്ട് വിൽ ബി ദ കോൺസെൻട്രേഷൻ ഓഫ് Cu2 plus ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് Cu2 plus ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 10 raised to 11.52 വരും. ഇത് നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരുമായിരിക്കും? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുമ്പോൾ 10 raised to minus 11.52 അഥവാ അപ്രോക്സിമേറ്റ്ലി 10 raised to minus 12 സംതിങ് വാല്യൂ വരും. 10 raised to minus 12 അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 10 raised to minus 12 തന്നെയായിട്ടൊരു ഓപ്ഷൻ ഇതിൻ്റെ അകത്തില്ല. 2.97 into 10 raised to minus 12 എന്ന് പറയുന്ന ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ കറക്റ്റ് ആൻസർ ഇതിൻ്റെ അകത്ത് കിടപ്പില്ല. അപ്പോൾ നമുക്ക് വല്ലോ ഇതിൻ്റെ അകത്ത് അപ്രോക്സിമേറ്റ് ചെയ്യാനേ പറ്റൂ. അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റവും അടുത്ത് കിടക്കുന്ന ആൻസർ ഓപ്ഷൻ ബി എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അല്ലാതെ നമുക്കൊരു ആൻസർ എടുക്കാൻ അതിനകത്ത് കാണുന്നില്ല.
അപ്രോക്സിമേറ്റ് ചെയ്താൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ആൻസർ 2.97 × 10⁻12 നമുക്ക് വേണമെങ്കിൽ ആൻസർ ആയിട്ട് എടുക്കാം. അത് അപ്രോക്സിമേറ്റ് 10⁻12 വരുന്നുള്ളൂ. ഓക്കെ, യെസ്, ഇതാണ് ഈ ഒരു ക്വസ്റ്റിന് ചെറിയൊരു പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസിനകത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, താങ്ക് യു.